ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ലക്ഷണങ്ങളില്ല എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും ചെക്ക് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ അറിയുന്നു. പല ന്യൂസുകളും നമ്മൾ വായിച്ചിട്ടുണ്ട്, കുഴഞ്ഞു വീണ് മരിക്കുന്നു, അല്ലെങ്കിൽ ഇന്നലെ കണ്ട ആളാണ് ഇന്ന് ആ വ്യക്തിനെ കാണാനില്ല, ഹാർട്ട് അറ്റാക്ക് വന്നു, ശരിയല്ലേ? പക്ഷെ ഇത് അവരുടെ ശരീരത്തിൽ വർഷങ്ങളോളം ഉണ്ടാകുന്ന ഒരു പ്രശ്നം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അവിടെയാണ് നമ്മുടെ ഈ ഓരോ പ്രൊഡക്റ്റുകളും വരുന്നത്. പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള സൈഡ് എഫക്ട്സ് ഇല്ലാത്ത പ്രൊഡക്റ്റുകളാണ് ഇൻഡസ്ട്രി നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ആദ്യത്തെ പ്രൊഡക്റ്റാണ് iPulse എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞോട്ടെ, ഇതൊരു മെഡിസിൻസ് അല്ല. ഞാൻ ജീവിതശൈലി രോഗം എന്ന് പറയുന്ന പല ആളുകളും തെറ്റിദ്ധരിക്കും ഇത് മരുന്നുകളാണോ എന്നുള്ളത്. അല്ല, ഇത് മരുന്നുകളല്ല. നിങ്ങൾക്ക് അസുഖം വന്നാൽ മരുന്ന് തന്നെ വേണം സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട്. എന്നാൽ ഇത് നമ്മുടെ ശരീരത്തിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഫങ്ഷണൽ ഫുഡുകളാണ്. നമ്മുടെ ബോഡിയുടെ ഫങ്ഷൻസ് കറക്റ്റ് ചെയ്യാനുള്ള ഓരോ ഭക്ഷണങ്ങളാണ്. അതിൽ ആദ്യത്തെ പ്രൊഡക്റ്റാണ് iPulse എന്ന് പറയുന്ന ഒരു ഹെൽത്ത് ഡ്രിങ്ക്. iPulse എന്ന് പറയുന്നത് 15ഓളം ഫ്രൂട്ട്സ് കോൺസെൻട്രേറ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ജ്യൂസ് ഫോമിൽ വരുന്ന ഒരു ഡ്രിങ്കാണ്. ഫങ്ഷണൽ ഫുഡ് എന്ന് പറഞ്ഞു. ഇത് 1000 ഉണ്ട്, 1 ലിറ്ററാണ് വരുന്നത്. പക്ഷെ 1 ലിറ്റർ ഒറ്റയടിക്ക് കുടിക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസം 60 ml ഒരു വ്യക്തി കുടിക്കുന്നത് വഴി 7000 ഒറാക്ക് ആന്റിഓക്സിഡന്റ് ഹെൽത്ത് കിട്ടുന്നതാണ് അതിൽ ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ളത്. 7000 ഒറാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടി പറയാം, ഏകദേശം 3.5 കിലോ ഫ്രൂട്ട്സ്, അത് വിഷമടിക്കാത്തത് ഓർഗാനിക് ആയിട്ടുള്ളത്, ഗാർഡൻ ഫ്രഷ്, പറിച്ച ഉടനെ കഴിച്ചാൽ എന്ത് ഗുണമാണോ ആ ഗുണമാണ് 7000 ഒറാക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ 60 ml ശരീരത്തിൽ 7000 ഒറാക്കിന്റെ ഗുണങ്ങൾ കിട്ടും. അപ്പൊ ഡെയിലി 3.5 കിലോ ഫ്രൂട്ട്സ് കഴിച്ചാൽ എന്ത് ഗുണം കിട്ടും? ആ ഗുണം തന്നെ iPulse കിട്ടുള്ളൂ. ഇത് കഴിച്ചാൽ സൂപ്പർമാൻ ആവില്ല, പറക്കില്ല, സ്പീഡിൽ ഓടില്ല, മറിച്ച് ഉറക്കം കറക്റ്റ് ചെയ്യും, നമ്മുടെ ദഹനം ശരിയാകും, നമ്മുടെ ശോധന ശരിയാകും, ഒപ്പം നമ്മുടെ സർക്കുലേഷനും ശരിയാകും. iPulse എന്ന് പറയുന്നത് നിങ്ങളുടെ കാർഡിയാക് വെൽനസിനെ, നമ്മുടെ ഹൃദയ സംബന്ധമാണ്, കാർഡിയാക് വെൽനസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ, കാർഡിയാക്കിനെ സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫങ്ഷണൽ ഫുഡാണ് iPulse എന്ന് പറയുന്നത്. സോ നമ്മുടെ ബ്ലഡിന്റെ ചിലവർക്ക് പ്രഷർ കൂടുതലായിരിക്കാം, ഹൈ ആയിരിക്കാം, ചിലർ കൊളസ്ട്രോൾ വേരിയേഷൻസ് ഉണ്ടാകാം. സോ ഈ പറയുന്ന കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ, ബോഡിനെ കൊണ്ട് തന്നെ നാച്ചുറലി ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റാണ് iPulse എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. തൊട്ടടുത്ത് കാണുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, iCare എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇത് നമ്മുടെ വീട്ടിൽ ആളുകളോട് ചോദിക്കാൻ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പ്രൊഡക്റ്റ് ഉറങ്ങാണ്ട് തുറന്നു കേൾക്കണം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുടിക്കേണ്ടത് നമ്മളല്ല, ഇത് കൊടുക്കേണ്ടത് നമ്മുടെ ഒപ്പമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ആരാണ്? നമ്മുടെ വീട്ടിലെ അമ്മമാര് അല്ലെങ്കിൽ ഭാര്യ. കാരണം 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഇന്ന് അവർക്ക് ആർത്തവവിരാമ സമയമാകുമ്പോഴേക്കും പല ശാരീരിക പ്രശ്നങ്ങളും വരും. അതൊരു അസുഖമല്ല, അത് നാച്ചുറൽ ആണ്. ഒരു സ്ത്രീ ആണെങ്കിൽ അത് എന്തായാലും ഉണ്ടാവും. അവർക്ക് ആ സമയത്ത് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകും, മൂഡ് സ്വിങ്സ് സംഭവിക്കും. അതേപോലെ തന്നെ അവർക്ക് ജോയിന്റ് പെയിൻസ്, മസിൽ പെയിൻ ഒക്കെ തുടങ്ങും. ഒപ്പം തന്നെ അവരുടെ ശരീരത്തിൽ ബോഡി ഹീറ്റ് കൂടുക, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഏറ്റവും കൂടുതൽ അമ്മമാർ പറയുന്നതാണ് എല്ല് പൊടിയുന്ന പ്രശ്നം, പെട്ടെന്ന് എല്ല് തട്ടിയാൽ പൊട്ടുന്നു, ഇങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മുടെ ആണുങ്ങൾ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നമാണ് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. ഇവർ പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് സങ്കടം വരും, ശരിയല്ലേ? അപ്പോൾ ഇതൊക്കെ അവരുടെ ശരീരത്തിന്റെ ഭാഗമാണ്. അവിടെയാണ് iCare എന്നുള്ള പ്രൊഡക്റ്റ് വരുന്നത്. ഇന്ന് സ്ത്രീകൾക്ക് വേണ്ട ഒരു കംപ്ലീറ്റ് വെൽബീയിങ്, അടിതൊട്ട് മുടി വരെ എന്ന് പറയുക, അതാണ് ഒരു ഹോളിസ്റ്റിക് വുമൺ വെൽബീയിങ് ആണ് iCare എന്നുള്ള പ്രൊഡക്റ്റ്. ഇന്ന് അമ്മമാർ അല്ലെങ്കിൽ ഭാര്യ ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് ഉണ്ടാകുന്ന മെനോപോസ് സംബന്ധമായിട്ടുള്ള മുന്നേ വരുന്ന പ്രീ മെനോപോസ് ഇഷ്യൂസിനും പോസ്റ്റ് മെനോപോസ് ഇഷ്യൂസിനും iCare എന്നുള്ള പ്രൊഡക്റ്റ് വലിയ രീതിയിൽ അവരെ സഹായിക്കുമെന്നുള്ളതാണ്. ഇതിലെ മെയിൻ എക്സ്ട്രാക്ട് എന്ന് പറയുകയാണെങ്കിൽ മഞ്ഞൾ നിൽക്കുന്ന ഏറ്റവും ഔഷധ ഗുണമുള്ള കുർക്കുമിൻ എന്നുള്ള കണ്ടന്റ് ആണ്. ഇതിൻ്റെ ഒപ്പം ശതാവരി, തകര, അതേപോലെ കുന്തിരിക്കം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പണ്ടത്തെ സ്ത്രീകൾ താളും തകരയൊക്കെ കഴിച്ചിരുന്നു. ഇന്ന് നമ്മളത് കഴിക്കുന്നില്ല. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പീച്ച് ഫ്ലേവറുള്ള ജ്യൂസിലാണ് iCare എന്നുള്ള പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നത്. തൊട്ടടുത്ത പ്രൊഡക്റ്റ് ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ് കേൾക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇതിനു മുന്നേ iCoffee എന്നുള്ളത് പലരും കേട്ടിട്ടില്ല. കാരണം കമ്പനിയേക്കാളും ഫേമസ് ആണ് iCoffee. കണ്ടോ, പലരുടെ ആവേശം വന്നു. കാരണം അവർ iCoffee വിളിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഇത് ആളുകളുടെ ഇടയിൽ അറിയപ്പെടുന്നത് ഷുഗറിനുള്ള കാപ്പി എന്നുള്ളത്. എന്നാൽ സത്യം പറഞ്ഞതല്ല, ഞാനിത് നിങ്ങളോട് സത്യം പറയാം. ഈ പ്രൊഡക്റ്റ് ശരിക്കും കൊണ്ടുവന്നത് നമ്മൾക്ക് കാപ്പിയും ചായ കുടിക്കാൻ വളരെ ഇഷ്ടമാണ്. എന്നാൽ നമ്മൾ കുടിക്കുന്ന കാപ്പിയും ചായയും ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞതാണ്. കാരണം 5 രൂപയ്ക്ക് കിട്ടും കാപ്പിയും ചായയും. പക്ഷെ കാപ്പിയുടെ വില അതല്ല, ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ കാപ്പി കുടിക്കുന്നു. അപ്പൊ നമ്മുടെ ജനങ്ങളെ കൊണ്ട് നല്ല കാപ്പി കുടിപ്പിക്കാം, നല്ല രുചിയുടെ ഏറ്റവും ക്വാളിറ്റി കൂടിയ കാപ്പി കുടിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നൊരു പ്രൊഡക്റ്റാണ്. കേൾക്കുന്നുണ്ടോ? ഒരു 5 മിനിറ്റ് ഞാൻ ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ iCoffee എന്നുള്ള പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കോഫിയായ അറബിക്ക സീരീസ് കോഫിയാണ് iCoffee യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് കിട്ടാത്തതെന്ന് വെച്ചാൽ നല്ലതെല്ലാം കൊണ്ടാകുമ്പോൾ പുറത്തേക്ക് ആവാം. സോ കമ്പനി iCoffee എന്ന് പറയുന്ന അറബിക്ക സീരീസ് ഏഷ്യയിലെ ബെസ്റ്റ് ക്വാളിറ്റി കോഫി ഉണ്ടാക്കി. അതിനൊപ്പം തന്നെ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തത്
അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഐ കോഫി എന്ന് പറയുന്ന ഏഷ്യയിലെ ബെസ്റ്റ് ക്വാളിറ്റി കോഫിയുടെ ഒപ്പം അതിലെ കഫെയിൻ കുറച്ചിട്ട്, നമ്മുടെ ശരീരത്തിന് അധികം വേണ്ടാത്തൊരു കാര്യമാണ് കഫെയിൻ എന്ന് പറയുന്നത്. കഫെയിൻ കുറച്ചിട്ട് അതിനൊപ്പം ഏകനായകം എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, നിങ്ങൾ പല ആളുകളും കേട്ടിട്ടുണ്ടാവും. എന്നാൽ ആ ഏകനായകത്തിന്റെ പേരിൽ നിന്ന് സൽസിറ്റാൽ എന്ന് പറഞ്ഞൊരു എക്സ്ട്രാക്ട് വേർതിരിച്ചെടുത്ത് അത് ഇതുമായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നു, ഒരു ഹെർബൽ കോഫി. ഈ ഹെർബൽ കോഫി കുടിക്കുന്നത് വഴി ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ യങ്സ്റ്റേഴ്സിന് ഇന്ന് നോക്കുകയാണെങ്കിൽ അവർക്ക് ഡയബറ്റിക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൽ കോഫിയുടെ കഫിനേഷൻ കുറയുന്നതുകൊണ്ടും ഏകനായകം വരുന്നതുകൊണ്ട് അവർക്ക് ഡയബറ്റിക് ആകാണ്ട് നോക്കാം അവരുടെ ചെക്കിയോട് കൂടി. എന്നാൽ പല പ്രവാസികളും ഈ ഐ കോഫിയുടെ രുചി കാരണം, ഇതിന് നല്ല സ്മെല്ലൊക്കെ കാരണം ഇവർ കഴിക്കാൻ തുടങ്ങി. ആ കഴിച്ചു നോക്കുമ്പോൾ ആളുകൾ എന്തായി, ഡയബറ്റിക് ആളുകളുടെ ഷുഗർ മാനേജ് ആവുന്നതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് എന്ത് സാധിക്കുന്നു, ഷുഗറിന്റെ സൈഡ് എഫക്ട്സിൽ വ്യത്യാസങ്ങൾ വരുന്ന കാണാൻ തുടങ്ങി. ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന യൂറിനേഷൻ, അമിതമായിട്ടുള്ള ദാഹം, അമിതമായിട്ടുള്ള വിശപ്പ്, ചിലർക്ക് ക്രേവിങ്സ് ഉണ്ടാകും, ചിലവർക്ക് എപ്പോഴും ക്ഷീണം ഉണ്ടാകും. ഇതിലൊക്കെ ഇവർക്ക് മാറ്റങ്ങൾ, ഒരു എനർജിയൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത് ആളുകൾ പറഞ്ഞു തുടങ്ങി എന്താണ് ഷുഗറിനുള്ള കാപ്പി. ഇത് ഷുഗറിനുള്ള കാപ്പിയല്ല, ഇതൊരു ബ്ലഡ് ഷുഗർ മാനേജ്മെന്റ് ആണ്. നിങ്ങൾ ഷുഗർ ഉള്ള ആളായിക്കോട്ടെ ഷുഗർ ഇല്ലാത്ത ആളായിക്കോട്ടെ എല്ലാവരുടെ ശരീരത്തിലും ഷുഗർ ഉണ്ട്. ഷുഗർ നമുക്ക് ആവശ്യമുള്ളതാണ്. അത് ഹെൽത്തി ആയിട്ട് ശരീരത്തിനെ കൊണ്ട് മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹെൽത്തി പ്രീമിയം കോഫിയാണ് ഐ കോഫി. ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യുന്ന കാപ്പിക്കോ ചായക്കോ പകരം വിഷം അടിക്കാത്ത അതാണ് അതിന്റെ കാര്യം. അടുത്ത് അത് രണ്ട് വേരിയന്റ്, ബ്ലാക്ക് ഉണ്ട് ക്രീമർ ഉണ്ട്. അപ്പൊ ചിലവർക്ക് പാൽ ഇഷ്ടമാണ്, പാൽ ഇഷ്ടമുള്ളവർക്ക് ക്രീമർ കോഫി, ക്യാപ്പച്ചിനോ. പാൽ ഇഷ്ടമില്ലാത്തവർക്കോ ബ്ലാക്ക് കോഫി, എസ്പ്രസ്സോ. ഇതുപോലെ രണ്ട് വേരിയൻസിൽ അവർക്ക് കഴിക്കാം. നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ആണ്, അതിലൊരു ചോദ്യം എനിക്ക് ചോദിക്കണം, സൗന്ദര്യമാഗ്രഹമുള്ള ആളുകൾ. താങ്ക് യു. ഒന്നുകൂടി ചോദിച്ചോട്ടെ, സൗന്ദര്യം ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ പറഞ്ഞല്ലോ, പക്ഷെ ആ ഉള്ളിൻ്റെ ഉള്ളിലും സൗന്ദര്യം നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണോ നമ്മൾ നല്ല വസ്ത്രം ധരിച്ചു വരുന്നത്, നമ്മൾ എന്നും എഴുന്നേറ്റ് കുളിക്കുന്നത്. ഇതൊക്കെ സൗന്ദര്യത്തിന്റെ ഭാഗമാണ്. സൗന്ദര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ ചന്തം മാത്രമല്ല ആരോഗ്യവും കൂടിയാണ്. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് ഐ ഗ്ലോ എന്ന് പറയും. നമുക്കിന്ന് അറിയാവുന്ന എല്ലാ കോസ്മെറ്റിക്കുകളും, അതാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, കോസ്മെറ്റിക് എന്ന് പറയും, എല്ലാം ചർമ്മത്തിന്റെ പുറത്ത് പരട്ടുന്ന പ്രൊഡക്റ്റുകളാണ്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഉള്ളിലേക്ക് കഴിക്കാവുന്ന ഈറ്റബിൾ കോസ്മെറ്റിക് എന്ന് പറഞ്ഞൊരു ശ്രേണി കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ത്വക്ക് അല്ലെങ്കിൽ തൊലി എന്ന് പറയുന്നത് എവിടെയാണ്, മുഖം മാത്രമാണോ? നമ്മുടെ ശരീരം മൊത്തം സ്കിന്നാണ്. അപ്പൊ ഗുണം കിട്ടണമെങ്കിൽ മുഖത്ത് മാത്രം പരട്ടിയാൽ മതിയോ? ശരീരം മൊത്തം കിട്ടണമെന്നുള്ളതാണ്. അവിടെയാണ് ഐഗ്ലോയുടെ ഏറ്റവും വലിയ ഗുണം. ഇത് ഉള്ളിൽ നിന്ന് നമ്മുടെ സ്കിന്നെ ഹെൽത്തി ആക്കുന്നുണ്ട്. അതായത് ബ്ലഡിനെ ശുദ്ധീകരിച്ച് ലിവറിനെ ഡീടോക്സിഫൈ ചെയ്ത് ഓവറോൾ സ്കിന്നെ ബെനിഫിറ്റ് തരുന്ന പ്രൊഡക്റ്റ് ആണ് ഐഗ്ലോ എന്ന് പറയുന്നത്. കാശ്മീരി കുങ്കുമപ്പൂവാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് വരുന്നത്. ഇത് കൂടാണ്ട് ലെമൺ ലൂട്ടീൻ പോലെ, ജമന്തിയിൽ നിൽക്കുന്ന ലൂട്ടീൻ പോലെ ഇതിന് ബ്ലെൻഡ് ആയിരിക്കുന്നു. ഇതിനകത്ത് 28 പാക്കറ്റ് ഉണ്ടാവും. പല ഫ്ലേവേഴ്സ് ആണ്, 4 ഫ്ലേവേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഓറഞ്ച്, മാംഗോ, ബ്ലാക്ക് കറന്റ്, പിന്നെ ഏതാ ഫ്ലേവർ വരിക? സ്ട്രോബെറി. ഈ 4 ഫ്ലേവറാണ് ഇതിന് മെയിൻ ആയിട്ട് വരുന്നത്. പൊട്ടിക്കുക, കുടിക്കുക, ഉള്ളിൽ നിന്ന് നമ്മുടെ സ്കിന്നെ ഹെൽത്തി ആക്കി നിർത്താം. കറുത്ത പാടുകൾ, മുഖത്തുണ്ടാവുന്ന അൺഈവൻ ടോൺസ്, കുഴികൾ, പിമ്പിൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറി ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നിന് തരാൻ ഐഗ്ലോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ പ്രൊഡക്റ്റ് ആണ് ഐസ്ക്രീം ഫ്ലാറ്റ് ടമ്മീസ് എന്ന് പറയുന്നത്. ആ പേരിനൊരു പ്രത്യേകത എന്താണത്? ഫ്ലാറ്റ് ടമ്മി. ഇന്ന് എല്ലാവർക്കും ഫ്ലാറ്റ് ടി വി ആണ് ഇഷ്ടം, അതോ മറ്റേ പഴയ ടി വി ആണ് ഇഷ്ടം? ഒരു കാലഘട്ടത്തിൽ ഒരു തമാശ ഉണ്ടായിരുന്നു. അതായത് ടിവികൾ സ്ലിം ആകുമ്പോൾ നമ്മൾ ടിവികളെ പോലെ എഴുതുന്നതാണ് എന്ന് പല ആളുകൾ ഒരു റീലൊക്കെ വന്നു, ഒരു ട്രോളൊക്കെ വന്നു. സത്യമല്ലേ ഇന്ന് എല്ലാവരുടെ കാര്യത്തിൽ? എല്ലാവർക്കും ആഗ്രഹമാണ് സൗന്ദര്യം പോലെ തന്നെ ഏത് വസ്ത്രം ഇട്ടാലും ശരീരത്തിന് ഇണങ്ങുന്ന രീതിയിൽ എല്ലാവരും നോക്കണം. ഞാനും ഫ്ലാറ്റ് ടമ്മിയുള്ള ആളാണ്. അപ്പൊ ഏത് വസ്ത്രം ഇട്ടാലും നമ്മുടെ ഇവിടെ കൂട്ടിലങ്ങാടി പോകുമ്പോൾ ഒരു ഹമ്പ് ഉണ്ട്, ഇങ്ങനെ ആ ഹമ്പ് ഇല്ലാത്ത പോലത്തെ ശരീരം, റബ്ബറൈസ്ഡ് റോഡ് എന്നൊക്കെ പറയാം. ഇതേപോലത്തെ ശരീരം എല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷെ എന്ത് ചെയ്യാം, ചില ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കും, പക്ഷെ ഇങ്ങനെ ഇരിക്കും. എന്ത് ചെയ്താലും ഇത് വണ്ണം വെക്കില്ല. എന്നാൽ ചില ആളുകൾ പച്ചവെള്ളം കുടിച്ചാലും, ചില ആളുകൾ തട്ടിക കാണിക്കണം, ഞാനാണ് ആളുകൾ. ചില ആളുകൾ അവരുടെ അസൂയാണ് നമുക്ക്. ഈ ചില ആളുകളുടെ പച്ചവെള്ളം കുടിച്ചാലും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്തൊക്കെ ചെയ്യാൻ പറ്റും? അവിടെയാണ് ഐസ്ക്രീം ഫ്ലാറ്റ് ടമ്മീസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് വരുന്നത്. ഇതൊരു ചോക്ലേറ്റ് രൂപത്തിൽ വരുന്ന ഒരു ഗുഡ് ഫുഡാണ് ശരിക്കും. ഇത് വരുന്നത് ഓട്സ്, റാഗി ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നതാണ്. 4 ഫ്ലേവേഴ്സ് ആണ്, ഓറഞ്ച്, മാംഗോ, വനില, ചോക്ലേറ്റ്. വണ്ണം കുറയ്ക്കാൻ വേണ്ടി ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല എന്നാണ് ആളുകളോട് പറയുന്നത്. എന്നാൽ നമ്മൾ പറയുന്നു വണ്ണം കുറയ്ക്കാൻ നിങ്ങൾക്ക് ചോക്ലേറ്റ് കഴിക്കാം. എന്നിട്ട് വണ്ണം കുറയ്ക്കാനുള്ളതാണോ? വണ്ണം കുറയ്ക്കാനുള്ളതല്ല. ഇത് കഴിച്ചാൽ വണ്ണം കൂട്ടാനും പറ്റും. എന്നാൽ വണ്ണം കൂട്ടാനുള്ളതാണോ? വണ്ണം കൂട്ടാനുള്ളതല്ല. ഐസ്ക്രീം എന്ന് പറയുന്നത് വെയിറ്റ് മാനേജ്മെന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ബോഡി വെയിറ്റിന് ഹൈറ്റിനനുസരിച്ച് ഏതിലാണോ എത്തിക്കേണ്ടത് അതിനനുസരിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഐസ്ക്രീം ഫ്ലാറ്റ് ടമ്മീസ്. നിങ്ങളുടെ ദഹനത്തിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിനെ കൊണ്ട് വെയിറ്റ് മാനേജ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്.
ഇങ്ങനെ 5ഓളം പ്രൊഡക്റ്റുകൾ ഇൻഡസ്ട്രി നമുക്ക് വേണ്ടി നൽകുന്നു. ഇന്ന് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് നിങ്ങളെ വിളിച്ച ആളുടെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കാം. എന്നാൽ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കേട്ടപ്പോൾ അയ്യോ എൻ്റെ പരിചയത്തിലും ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടല്ലോ, എൻ്റെ വീട്ടിൽ ആവശ്യമുണ്ടല്ലോ, എൻ്റെ സുഹൃത്തുക്കൾക്ക് ആവശ്യമുണ്ടല്ലോ, എൻ്റെ കുടുംബത്തിലുള്ള ഓരോ ആളുകൾക്കും ആവശ്യമുണ്ടല്ലോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ നിങ്ങൾക്കൊരു വരുമാനവും ഉണ്ടാക്കാം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ട. അതിനൊപ്പം ഞാൻ ഒരു കാര്യം ഈ പ്രൊഡക്റ്റ് എടുത്ത് പറഞ്ഞോളെ. ഈ പ്രൊഡക്റ്റ് പല ആളുകളും ചിന്തിക്കും ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു അസുഖത്തിന് വർക്ക് ചെയ്യുന്നതാണോ? അല്ല. ഈ പ്രൊഡക്റ്റുകൾ വർക്ക് ചെയ്യുന്നത് സിംറ്റംസിലല്ല, മറിച്ച് സിസ്റ്റത്തിലാണെന്നുള്ളതാണ്. ഇത് നമുക്കൊരു തലവേദന വന്നാൽ, നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു എക്സാമ്പിൾ പറയാം. നമുക്കൊരു തലവേദന വന്നാൽ നമ്മൾ ഗുളിക കഴിക്കും, ശരിയല്ലേ? ആ തലവേദനയ്ക്കുള്ള ഗുളിക തലവേദന കാരണത്തിനെയാണോ കുറയ്ക്കുന്നത് അതോ തലവേദനയാണോ കുറയ്ക്കുന്നത്? തലവേദനയല്ലേ കുറയ്ക്കുന്നുള്ളൂ. പക്ഷെ എന്തോ കാരണത്താൽ ആ തലവേദന നിങ്ങൾക്ക് പറ്റുന്നു, വീണ്ടും വരും. അതായത് സിംറ്റംസിന്, ലക്ഷണത്തിലാണ് അത് വർക്ക് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഓരോ പ്രൊഡക്റ്റും വർക്ക് ചെയ്യുന്നത് ലക്ഷണത്തിലല്ല, എന്താണോ ആ കാരണം അതിനെയാണ് കറക്റ്റ് ചെയ്യുന്നത്. സോ സിസ്റ്റത്തിലാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫങ്ഷണൽ ഫുഡ്സ് എന്ന് പറഞ്ഞ് ഈ ഓരോ പ്രൊഡക്റ്റുകളെ വിളിക്കുന്നത്. സോ ഇന്ന് നിങ്ങൾ ഈ കേട്ട പ്രൊഡക്റ്റ് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. എന്നാൽ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം, പക്ഷേ ഇന്ന് ലോകത്തിൽ 23 മേളോളം രാജ്യങ്ങൾ നിരവധി ആളുകൾ ഇന്ന് ഈ പ്രൊഡക്റ്റ് വാങ്ങി കഴിക്കുന്നു. കഴിഞ്ഞ 12 വർഷമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം, ആദ്യത്തെ സ്ലൈഡിലേക്ക് നിങ്ങളൊന്ന് ഓർമ്മ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞെന്താ, ചെലവുകൾ 10 ലക്ഷത്തിലേക്ക് എത്താൻ പോകുന്നു. ഈ ഒരു അവസരത്തിലൂടെ നിങ്ങൾക്ക് ഒരാഴ്ച അവിടെ നേടാൻ പറ്റുന്ന ഒരു കാര്യം, ഈ പ്രൊഡക്റ്റുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരാഴ്ച 2.5 ലക്ഷം രൂപയിലേക്ക് എത്താൻ സാധിക്കും. ആഴ്ചയിൽ 2 ലക്ഷം എന്ന് പറയുമ്പോൾ മാസം എത്ര രൂപയാകും? 10 ലക്ഷം രൂപ. നിങ്ങളുടെ ചെലവുകൾ നാളെ അതിലേക്ക് എത്തിയാലും ഈ ഒരു അവസരത്തിലൂടെ നിങ്ങളുടെ വരുമാനം 10 ലക്ഷത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. നിലവിൽ നിങ്ങൾക്ക് ഒരു മേഖല 10 ലക്ഷം നേടുന്ന മേഖല നിങ്ങൾക്ക് അറിയാതിരിക്കാം. ഇന്ന് പല ആളുകളും എന്ത് ചെയ്യും, ബിസിനസ്സുകൾ തിരഞ്ഞെടുക്കും. എന്നാൽ ഇന്ന് 10 ലക്ഷം രൂപയുടെ ഒരു ബിസിനസ് ഒരു മാസം നമുക്ക് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ, അതായത് 10 ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു വർഷം 1.25 കോടി രൂപ പ്രോഫിറ്റ് ആയി. 1.25 കോടി രൂപ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും? കുറഞ്ഞത് ഒരു 10 മുതൽ 15 കോടി വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. 15 കോടി ഉണ്ടെങ്കിൽ ഈ ഒരു അവസരം നമുക്ക് ആവശ്യമില്ല. 15 കോടി ഇല്ലാത്തവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് 15 കോടി വേണ്ട, 10 കോടി വേണ്ട, 10 ലക്ഷം വേണ്ട, 1 ലക്ഷം വേണ്ട. പണം നിക്ഷേപിക്കാൻ ഒരു കടയോ ഓഫീസോ ഇല്ലാണ്ട് നിങ്ങൾക്കൊരു സംരംഭം തുടങ്ങാൻ ഇവിടെ സാധിക്കും. അപ്പോൾ പല ആളുകളുടെ ചോദ്യം, എനിക്ക് ബിസിനസ് ചെയ്ത് പരിചയം വരുമല്ലോ? കാരണം ഇവിടെ നോക്കുമ്പോൾ വീട്ടമ്മമാരെ ഞാൻ കാണുന്നുണ്ട്, പല മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളെ കാണുന്നുണ്ട്, ബിസിനസ്സുകാരെ കാണുന്നുണ്ട്, സ്റ്റുഡൻസിനെ കാണുന്നുണ്ട്. നിങ്ങൾ ഏത് മേഖലയിൽ നിന്ന് വരുന്ന ആളായിക്കോട്ടെ, ഇതിൽ നിങ്ങളുടെ വിജയം ഉറപ്പുവരുത്താൻ 3 രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ച വ്യക്തി സ്പോൺസർ. ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വേണ്ട വിജയം ഉറപ്പുവരുത്താൻ ആ വ്യക്തി നിങ്ങളെ ഗൈഡ് ചെയ്യാൻ തയ്യാറാണ് 24/7. ഒപ്പം ഇൻഡസ്ട്രി എന്ന് പറയുന്ന കമ്പനി ഈ പ്രൊഡക്റ്റിന്റെ പാക്കിംഗ് തൊട്ട് ഡെലിവറി വരെ ടാക്സ് സംബന്ധമായുള്ള കാര്യങ്ങളെല്ലാം കമ്പനി ടേക്ക് കെയർ ചെയ്യുന്നു. ഈ പ്രൊഡക്റ്റ് നിങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ ഓഫീസ് വേണ്ട, അത് ഓൾറെഡി കമ്പനി കെട്ടിപ്പടുത്തിയിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യേണ്ട, അത് കമ്പനിക്ക് ഓൾറെഡി ഉണ്ട്. ഈ പ്രൊഡക്റ്റ് നിങ്ങൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യേണ്ട, അത് ഓൾറെഡി കമ്പനി ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ മതി. എങ്ങനെ എത്തിക്കും? അത് നമ്മൾ പഠിക്കണം. പുതിയൊരു മേഖലയിൽ നമ്മൾ എന്തും പഠിച്ച് ചെയ്താൽ നമുക്ക് വിജയിക്കാൻ പറ്റും. അവിടെ നമ്മളെ പഠിപ്പിക്കാൻ 3ാമത്തെ സപ്പോർട്ടാണ് വൈബ്രന്റ് വിവ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുമായിട്ട് വെക്കുന്ന ഈ സ്ലൈഡ് പോലും ഞാൻ ഉണ്ടാക്കിയതല്ല, മറിച്ച് വൈബ്രന്റ് വിവ എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ സിസ്റ്റം ഓൾ ഓവർ ദി ഇന്ത്യ ഇത് നൽകുന്ന ഒരു ട്രെയിനിങ് ആണ്. സോ ഇത് നിങ്ങൾ തമിഴ്നാട്ടിൽ പോയാൽ ഇതേ സ്ലൈഡിന് തമിഴിൽ കേൾക്കാം. നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയാൽ ഇതേ സ്ലൈഡ് നിങ്ങൾ ഹിന്ദിയിലായിരിക്കും കേൾക്കുന്നത്. സോ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ ഏതൊരു വ്യക്തിക്കും നിങ്ങൾ വരുന്ന ഏത് മേഖല ആയിക്കോട്ടെ, പ്രായഭേദമന്യേ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നിങ്ങൾക്ക് ഇത് ചെയ്ത് വിജയിക്കാൻ സാധിക്കും. ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, പറ്റുമെങ്കിൽ മൊബൈൽ ഫോൺ ഒന്ന് സൈലന്റ് ആക്കുക. എൻ്റെ കൺട്രോൾ പോകും, എൻ്റെ ഫോക്കസ് പോകും. 20 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ടത് ഞാൻ 1 മണിക്കൂറൊക്കെ കൊണ്ടുപോകും. അതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഓക്കെ. സോ താങ്ക് യു. സോ 3 രീതിയിൽ നമുക്കിവിടെ സപ്പോർട്ട് കിട്ടുന്നതോടുകൂടി ഇതിൽ ആർക്ക് വേണമെങ്കിലും വിജയിക്കാൻ സാധിക്കും, പഠിക്കാനുള്ള മനോഭാവം ഉണ്ടായാൽ മാത്രം. എന്നാൽ എങ്ങനെ നമുക്ക് ഈ ബിസിനസ് തുടങ്ങാം? വളരെ സിമ്പിൾ ആണ്. ഇവിടെ നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടല്ല വരിക, മറിച്ചൊരു ഓണർഷിപ്പാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ വിവ ബിസിനസ് ഓണർ ആയിട്ടാണ് ഈ അവസരത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 37,200 ഒരു ടേൺ ഓവർ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തി, അതായത് വെറും 12 പ്രൊഡക്റ്റിന്റെ ടേൺ ഓവർ സൃഷ്ടിക്കുന്ന ഏതൊരു വ്യക്തിക്കും വിവ ബിസിനസ് ഓണർ ആയിട്ട് മാറാൻ സാധിക്കും. ആദ്യമായി ആ ടേൺ ഓവർ സൃഷ്ടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ബിസിനസ് തുടങ്ങണം. ബിസിനസ് തുടങ്ങാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടയോ ഷോപ്പോ ഓഫീസോ ഒന്നും ആവശ്യമില്ല. ഇന്ന് നമ്മുടെ ഡിജിറ്റൽ കാലഘട്ടമാണ്. നമ്മുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ വെർച്വൽ ഓഫീസിലാണ്. ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ടുകൾ ഏതൊരു വ്യക്തിക്കും ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾ ഒരു 12 പ്രൊഡക്റ്റ് ടേൺ ഓവർ സൃഷ്ടിക്കുന്നതിലൂടെ നിങ്ങൾ വിവ ബിസിനസ് ഓണറായി മാറും.
വിവാ ബിസിനസ് ഓണറായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ കിട്ടും. അപ്പോൾ പല ആളുകളും ചോദിക്കും പ്രൊഡക്റ്റിന്റെ വില പറഞ്ഞില്ലല്ലോ. നമ്മുടെ പ്രൊഡക്റ്റിന് ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏത് പ്രൊഡക്റ്റ് എടുത്താലും ഒരേ വിലയാണ്. ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഐപൾസ് ആയിക്കോട്ടെ, ഐകോഫി ആയിക്കോട്ടെ, ഐകെയർ ആയിക്കോട്ടെ, ഐഗ്ലോ ആയിക്കോട്ടെ, ഐസ്ക്രീം ആയിക്കോട്ടെ, എല്ലാത്തിനും MRP വരുന്നത് 2997 രൂപ 50 പൈസ. അതായത് 3000 രൂപ 2 രൂപ 50 പൈസ കുറവ്. ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് എന്ന് പറയുന്നതോ 2497 രൂപ 50 പൈസ. എല്ലാ പ്രൊഡക്റ്റും പല ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ അതിൽ പോയിന്റ് വാല്യൂ, ഇതിന്റെ സെയിൽസ് കണക്കാക്കാൻ വേണ്ടി പോയിന്റ് വാല്യൂ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ 25 PV പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇനി പറയുന്നതിൽ PV എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 25 PV ആണെങ്കിൽ ഒരു പ്രൊഡക്റ്റ്, 100 PV ആണെങ്കിൽ 4 പ്രൊഡക്റ്റ്, 300 PV ആണെങ്കിൽ 12 പ്രൊഡക്റ്റ് എന്ന് മനസ്സിലാക്കാം. എല്ലാ പ്രൊഡക്റ്റും ഒരേ വിലയായതുകൊണ്ട് തന്നെ ഇവിടെ പ്രോഫിറ്റും ഒന്ന് തന്നെയാണ്. അതിൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഐപൾസ് നന്നായിട്ട് വിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എന്നാൽ നിങ്ങൾ ഐകോഫിയാണ് നന്നായിട്ട് വെക്കുന്നതെങ്കിലും നമ്മൾക്ക് രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള വരുമാനം. എന്നാൽ ചില കമ്പനികൾ എന്താ ചെയ്യുക, ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന കമ്പനിക്ക് ലാഭം കുറച്ചും ഒട്ടും വിൽക്കാൻ പറ്റാത്ത പ്രൊഡക്റ്റിന് ലാഭം കൂട്ടിയുമായിരിക്കും വെക്കുക. ഇവിടെ തുല്യമായിട്ടുള്ള ലാഭം, തുല്യമായിട്ടുള്ള വരുമാനം, തുല്യമായിട്ടുള്ള MRP. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തുല്യമായിട്ടാണ് ഇവിടെ വേതനം കിട്ടുക. ഈ ഒരു ബിസിനസ് നിങ്ങൾ വിവാ ബിസിനസ് ഓണർ ആയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളോട് നോ പറയാത്ത, നിങ്ങൾ രക്ഷപ്പെടുമ്പോൾ നിങ്ങളൊപ്പം രക്ഷപ്പെടുത്തണം എന്ന ആഗ്രഹമുള്ള 2 വ്യക്തികൾ ഉണ്ടാവുമല്ലോ. ഞങ്ങൾ പറയുന്ന ഡയലോഗ് ഉണ്ട്, വിളിച്ചാൽ നരകത്തിലേക്കും വരുന്ന വ്യക്തികൾ എന്ന് പറയും. ശരിയല്ലേ? അങ്ങനത്തെ മൈക്ക് ഉണ്ടായില്ല. ഓക്കെ, ഇതൊരു മൈക്ക് സെറ്റ് ചെയ്തത് ഞാൻ 2 കണക്കാണല്ലേ. ഓക്കെ, അപ്പോ നിങ്ങൾ വിളിച്ചാൽ നരകത്തിലേക്കും വരെ വരുന്ന ആ 2 വ്യക്തികൾ ഉണ്ടാവുമല്ലോ. അവർ നിങ്ങളൊപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞുതരാം. അവിടെ കാണുന്ന ഒരു വ്യക്തിയുണ്ട്. ആ ആദ്യം കാണുന്ന വ്യക്തിയാണ് ഇൻഫോസിസിന്റെ ഓണർ നാരായണ മൂർത്തി. 90 കാലഘട്ടത്തിൽ നമുക്കിവിടെ IT മേഖല എങ്ങനെയായിരുന്നു നമുക്കറിയാം. ഒരു പാർട്ടി, ഞാൻ പാർട്ടിക്കെതിരെയല്ല, പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രധാന പാർട്ടി വരെ പറഞ്ഞിരുന്നു ഗോ ബാക്ക് കമ്പ്യൂട്ടേഴ്സ്. ശരിയല്ലേ? കാരണം 40 പേർക്ക് തൊഴിൽ നഷ്ടപ്പെടും എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. 3 ദിവസത്തോടെ ഹർത്താലൊക്കെ നടന്നിരുന്നു. അന്ന് വെറും 10,000 രൂപയ്ക്ക് തുടങ്ങിയ കമ്പനിയാണ് ഇൻഫോസിസ്. അതിലേക്ക് അദ്ദേഹത്തിന്റെ 5 സുഹൃത്തുക്കളെ ഇതേപോലെ നരകത്തിലേക്ക് വിളിച്ച് അദ്ദേഹത്തിന് 2 ആളല്ല 5 പേരുണ്ടായിരുന്നു. 5 വ്യക്തികളെയും ആ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് അവരുടെ ആസ്തി എന്ന് പറയുന്നത് 1500 കോടിക്ക്. അപ്പോൾ ഈ മേഖലയും ഇനി നാളത്തെ ഒരു ബിസിനസ്സായി മാറാൻ പോകുന്ന വലിയൊരു മേഖലയാണ്. നിങ്ങൾ കൊണ്ടുവന്ന 2 വ്യക്തികൾ, ഇതിൽ നിങ്ങൾ എന്തൊക്കെ നേട്ടങ്ങൾ നേടുന്നോ ആ നേട്ടങ്ങളെല്ലാം അവരും നേടാൻ പോകുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെടുമ്പോൾ ഒപ്പം രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന 2 പേരെ ഒപ്പം നിർത്തുക. അങ്ങനെ 2 വ്യക്തികൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ 300 PV നിങ്ങളുടെ ഫസ്റ്റ് ഓർഗനൈസേഷനും സെക്കൻഡ് ഓർഗനൈസേഷനും നിങ്ങൾ 2 സുഹൃത്തുക്കൾ വരുമ്പോൾ നിങ്ങൾ ഇതിൽ സ്റ്റാർ 250 എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തും. അങ്ങനെ നിങ്ങൾക്ക് അവിടെ സ്റ്റാർ 250 എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഒരു ബിസിനസ് സെന്റർ, അതായത് നിങ്ങൾ പ്രൊഡക്റ്റ് വിൽക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾ വിൽക്കുന്ന പ്രൊഡക്റ്റുകൾ, അതൊരു ബിസിനസ് സെന്റർ ആണ്. അപ്പോൾ ബിസിനസ് പുതിയൊരു സെന്റർ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ ബിസിനസ് ഓപ്പണിംഗ് ബോണസ് എന്നുള്ള പേരിൽ നിങ്ങൾക്ക് അവർ റീറ്റെയിൽ ചെയ്തതിന്റെ ബില്ല് ചെയ്തതിന്റെ 5% പ്രോഫിറ്റ് കിട്ടും. അതായത് 1500 രൂപ. 2 സുഹൃത്തുക്കൾ നിങ്ങൾ ഒപ്പം നിർത്തുന്നതിലൂടെ അവർ 300 PV വോളിയം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ഓപ്പണിംഗ് ബോണസ് എന്നുള്ള പേരിൽ 3000 രൂപ വരുമാനം നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. പല ആളുകളും 3000 രൂപ എന്താവാനൊക്കെ ചോദിക്കും. ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, ക്ഷമിക്കണം. ഒരു ജോലിക്കാരന് മാസത്തിൽ എത്ര തവണ വരുമാനം കിട്ടും? എത്ര തവണ, എത്ര കിട്ടുന്ന ഞാൻ എത്ര തവണ? 1 തവണ. എന്ത് ചോദ്യമാണല്ലേ? പക്ഷെ ഇവിടെ ആഴ്ചയിലാണ് വരുന്നത്. ഇവിടെ സെയിൽസ് എല്ലാം നോക്കുന്നത്, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ശനിയാഴ്ച തൊട്ട് ഒരു വെള്ളിയാഴ്ച വരെ നിങ്ങളുടെ സെയിൽസ് എത്രയുണ്ട് നോക്കും. അതിനനുസരിച്ച് എല്ലാ ആഴ്ചയും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചുള്ള വരുമാനം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഈ 3000 ആയിക്കോട്ടെ, അതൊരാഴ്ചയിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരാഴ്ചയിൽ 3000 രൂപ വരുമാനമായിട്ട് ലഭിക്കും. അടുത്തൊരു വരുമാനമാണ് ബിസിനസ് ഇൻക്യുബേറ്റർ റവന്യൂ. നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ 2 ആഴ്ചയ്ക്കുള്ളിലാണ് നിങ്ങൾ 2 ഡിസ്ട്രിബ്യൂട്ടർ അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 3000 രൂപ ബിസിനസ് ഇൻക്യുബേറ്റർ റവന്യൂ ആയിട്ട് ലഭിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും ഇതേപോലെ തന്നെ പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നു. അവിടെ ആൾ വരുന്നതിന് വരുമാനമില്ല, മറിച്ച് നിങ്ങളെ പോലെ തന്നെ അവർ വോളിയം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത്, കരുതുക ഒരു പുതിയ 4 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിങ്ങൾ 2 ഓർഗനൈസേഷനിൽ വന്നു, അവർ 300 PV ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യുന്നു. 1200 PV ഗ്രൂപ്പ് വോളിയം സെയിൽ നിങ്ങളുടെ ടീമിൽ നടക്കും. അങ്ങനെയാണെങ്കിൽ ആ ആഴ്ചയിൽ നിങ്ങളുടെ വരുമാനം
12,000 രൂപ. എന്തിനാണ് പുതിയ ആളുകൾ നിങ്ങൾ അപ്പോയിന്റ് ചെയ്തെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ, കച്ചവടം കൂട്ടാൻ വേണ്ടി. കാരണം എല്ലാ ബിസിനസ്സിലും ലാഭം കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? കച്ചവടം കൂടണം. രണ്ട് രീതിയിൽ കച്ചവടം കൂട്ടാം. ഒന്നല്ലെങ്കിൽ ഒറ്റയ്ക്ക് പണിയെടുത്ത് കച്ചവടം കൂട്ടാം, അല്ലെങ്കിൽ കൂട്ടമായിട്ട് ചെയ്ത് കച്ചവടം കൂട്ടാം. സോ അതാണ് ഡ്യുവൽ ടീം റവന്യൂ എന്ന് പറയുന്നത്. ഇതിൽ വലിയൊരു വരുമാനമാണ് ഡ്യുവൽ ടീം റവന്യൂ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. രണ്ട് ഓർഗനൈസേഷനായിട്ടാണ് കമ്പനി കൺസിഡർ ചെയ്യുക. എത്ര ആള് എന്നുള്ളതല്ല, എത്ര വോളിയം എന്നുള്ളതാണ് കമ്പനി നോക്കുക. നിങ്ങളുടെ ഫസ്റ്റ് ഓർഗനൈസേഷൻ 1200 ഗ്രൂപ്പ് വോളിയം വന്നു. സെക്കൻഡ് ഓർഗനൈസേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് 1400 ഗ്രൂപ്പ് വോളിയം വന്നു. അവിടെ ഏറ്റവും കുറഞ്ഞ പെർഫോം ചെയ്ത ആദ്യത്തെ ഓർഗനൈസേഷൻ ആണ്. അവർ ചെയ്തതിനുള്ള വോളിയം രണ്ട് സൈഡിൽ നിന്ന് മാച്ച് ചെയ്ത് 12,000 രൂപ ഒരാഴ്ചയിൽ വരുമാനമായിട്ട് തരും. എന്നാൽ ബാക്കി വരുന്നൊരു 200 ഗ്രൂപ്പ് വോളിയം ഇവിടെയുണ്ട്. അത് അടുത്ത ആഴ്ചയിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അടുത്ത ആഴ്ച നിങ്ങളുടെ ഫസ്റ്റ് ഓർഗനൈസേഷൻ നന്നായിട്ട് പെർഫോം ചെയ്ത് 2,500 ഗ്രൂപ്പ് വോളിയം ചെയ്തു. എന്നാൽ സെക്കൻഡ് ഓർഗനൈസേഷൻ 2,000 ഗ്രൂപ്പ് വോളിയം മാത്രമേ ചെയ്തുള്ളൂ. എന്നാൽ കഴിഞ്ഞ ആഴ്ചത്തെ വോളിയം ബാലൻസ് ഉണ്ട്. ആ 200 ഗ്രൂപ്പ് വോളിയം ഇതിനോടൊപ്പം ആഡ് ചെയ്ത് അവിടെ 2,200 22,000 രൂപ നിങ്ങൾക്ക് വരുമാനമായിട്ട് ലഭിക്കും. അത് വീണ്ടും ബാക്കി 300 ഗ്രൂപ്പ് വോളിയം എന്ത് ചെയ്യും? അടുത്ത ആഴ്ചയിൽ ക്യാരി ഫോർവേഡ് ചെയ്യും. അടുത്ത ആഴ്ച എത്ര സെയിൽ നടക്കുന്നോ അതിന് ആനുപാതികമായിട്ട് നിങ്ങൾക്ക് ഓരോ ആഴ്ചയിലും വരുമാനം ലഭിച്ചുകൊണ്ടേയിരിക്കും. സോ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെറുതെ വരുമാനം കിട്ടില്ല, കൂട്ടമായിട്ട് പ്രവർത്തിക്കും. ഞാൻ പറഞ്ഞു പവർ ഓഫ് ടീം വർക്ക് എന്നുള്ളതാണ്. നിങ്ങൾ തുടങ്ങുമ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾ 2 സുഹൃത്തുക്കൾ വരുന്നു, നിങ്ങൾ 3 പേര് ചേർന്നിട്ടാണ് പുതിയ 2 ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഓരോരുത്തരും കൊണ്ടുവരുന്നത്. അതായത് പുതിയ 4 വ്യക്തികൾ നിങ്ങളുടെ ടീമിലേക്ക് വരും. 4 3 ചേർന്ന് നിങ്ങൾ എത്ര പേരായി? 7 പേരുടെ ടീമാവും. ഈ 7 പേര് ചേർന്ന് പുതിയ 8 ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഈ സംരംഭത്തിലേക്ക് കൊണ്ടുവരും. ഈ 8 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിങ്ങൾ ചേർന്ന് 15 പേരെ, ആ 15 പേര് പുതിയ 16 പേരെ കൊണ്ടുവരും. അത് 31 പേരുടെ ടീമാകും, അത് 32 പേരുടെ ടീമാകും. എന്തിനാണ് ഇങ്ങനെ ആകും? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ 1 വർഷം എടുത്തു, 2 വർഷം എടുത്തു, ഒരു കമ്പനി തുടങ്ങി നിങ്ങൾ ആദ്യം എന്താ ചെയ്യാം? സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യും. ശരിയല്ലേ? ഇവിടെ നമ്മൾ സ്റ്റാഫിനെ അല്ല അപ്പോയിന്റ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ സാലറി കൊടുക്കണ്ട. അവർ ചെയ്യുന്ന ബിസിനസിന്റെ പോലെ കമ്പനി തന്നെ കൊടുക്കും. നിങ്ങൾ ഇതിൽ 1 വർഷം എടുത്തു, 2 വർഷം എടുത്തു, നിങ്ങൾ 32 ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു. ഈ 32 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നന്നായി പ്രവർത്തിക്കുന്നു വിചാരിക്കാം. അതിനാണ് ഈ ഒരു കോട്ടിംഗ് പറയുന്നത്. ഇദ്ദേഹം ജോൺ ഡി റോക്ക്ഫെല്ലർ എന്ന് പറയും. 7 തലമുറകളായിട്ട് സമ്പന്നരായി കഴിയുന്ന ഒരു കുടുംബമാണ്. ഇദ്ദേഹം പറയുന്നതാണ്, എന്റെ 100% എഫേർട്ടിലല്ല ഞാൻ വിശ്വസിക്കുന്നത്, പകരം 100 വ്യക്തികളുടെ 1% എഫേർട്ടിലാണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ 32 വ്യക്തികൾ വരുമ്പോൾ ഈ 32 വ്യക്തികൾ 12 മുടക്കി വിൽക്കുന്നു, അല്ലെങ്കിൽ പുതിയൊരാളെ കൊണ്ടുവരുന്നു, ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ 9,600 ഗ്രൂപ്പുകളും സെയിൽ നടക്കും. ഒരാഴ്ച നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വരുമാനം എന്ന് പറയുന്നത് 96,000 രൂപ. അതായത് നമ്മളല്ല ഒറ്റയ്ക്ക് പണിയെടുക്കുന്നത്, 32 ആളുകൾ. അത് ഒരു 50 പുതിയ വ്യക്തികൾ 300 രൂപയുടെ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നടക്കാൻ പോകുന്ന 15,000 ഗ്രൂപ്പുകളും സെയിലാണ്. ഒരാഴ്ച കിട്ടാൻ പോകുന്ന വരുമാനം എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപ. അത് 83 വ്യക്തികൾ 300 രൂപ ചെയ്യുകയാണെങ്കിലോ 24,900 ഗ്രൂപ്പുകളും സെയിൽ നടക്കും. ഒരാഴ്ച 2,40,000. അവിടെ ഒരു 30,000 ഗ്രൂപ്പ് വോളിയത്തിലേക്ക് എത്തിയാലോ, അതായത് 100 വ്യക്തികൾ 300 രൂപ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്താൽ 30,000 ഗ്രൂപ്പ് വോളിയം സെയിൽ നടക്കും. അങ്ങനെയാണെങ്കിൽ 3 ലക്ഷം ആണ് പറയുക, പക്ഷെ അല്ല, അവിടെ ലിമിറ്റ് ഉണ്ട്. ഒരാഴ്ചയിൽ കമ്പനി തരുന്ന മാക്സിമം ഇൻകം എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപ. അതായത് മാസം 10 ലക്ഷം രൂപ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ. ഇവിടെ എങ്ങനെയാണ് 10 ലക്ഷം എത്ര നാളെടുക്കുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞു 2 വർഷം എടുത്തോ 3 വർഷം എടുത്തോ. എന്നാൽ ഒരു വ്യക്തിയുടെ കഥയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഒരു വ്യക്തി 2 വർഷമോ 3 വർഷമോ എടുത്തല്ല. ഒരു വ്യക്തി ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി തുടങ്ങി ആദ്യത്തെ ആഴ്ച തന്നെ 2 ഡിസ്ട്രിബ്യൂട്ടർ അദ്ദേഹം അപ്പോയിന്റ് ചെയ്തു. ആ വന്ന ആളോട് പറഞ്ഞു, നിങ്ങൾ സ്റ്റാർട്ട് 50 ആവും, അതിനുവേണ്ടി എന്ത് ചെയ്യണം? നിങ്ങളോട് നോ പറയുന്നത് 2 ഡിസ്ട്രിബ്യൂട്ടറെ അപ്പോയിന്റ് ചെയ്യണം. അങ്ങനെ ആ വന്ന ലെഫ്റ്റിലുള്ള ഒരു വ്യക്തിയും റൈറ്റിലുള്ള വ്യക്തി 2 ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു. പുതിയ 2 വ്യക്തികൾ വന്നു, 6,000 രൂപ വരുമാനം വന്നു. അടുത്ത ആഴ്ച ആ പുതിയ വന്ന ആളുകൾ വീണ്ടും അവർ 2 ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു. അപ്പോൾ 4 പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വന്നു, 12,000 രൂപ വരുമാനം വന്നു. 4ാമത്തെ ആഴ്ച പുതിയ 8 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വന്നു, 24,000 രൂപ വരുമാനം വന്നു. അങ്ങനെ 5ാമത്തെ ആഴ്ച 48,000, 6ാമത്തെ ആഴ്ച 96,000, 7ാമത്തെ ആഴ്ച ആയപ്പോഴേക്കും 1,92,200, 8ാമത്തെ ആഴ്ച, അതായത് 2 മാസം കൊണ്ട് ഇതിലൂടെ ഒരു വ്യക്തി ആഴ്ചയിൽ 2 ലക്ഷം രൂപ. എങ്ങനെയാണ് ഇതിൽ വരുമാനം ആഴ്ചയിൽ 2 ലക്ഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു. മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ തൊടിയിലും നമ്മുടെ കുളത്തിലൊക്കെ കാണുന്ന ഒരു പ്രക്രിയയുണ്ട്. പായൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ. ഒരു പായൽ കൊണ്ട് വെള്ളത്തിലിട്ടാൽ എന്താ സംഭവിക്കുക? പെട്ടെന്ന് പടരും അല്ലേ? ഒരെണ്ണിട്ടാൽ ചിലപ്പോൾ നാളത്തേക്ക് 2 ആകും, അടുത്ത ദിവസത്തേക്ക് 4 ആകും, അടുത്ത ദിവസത്തേക്ക് 8 ആകും. നിങ്ങളൊന്ന് കരുതുക, ഒരു കുളത്തിന്റെ പകുതിയോളം, വലിയൊരു കുളത്തിന്റെ
പകുതിയോളം ആ പായൽ 30 ദിവസം കൊണ്ട് നിറഞ്ഞു. ബാക്കി പകുതി നിറയാൻ എത്ര ദിവസം എടുക്കും? ഒരു ദിവസം 30 ദിവസം, ഒറ്റ ദിവസം മതി. ശരിയല്ലേ? കാരണം എന്താ വെച്ചാൽ പകുതിയോളം 30 ദിവസം കൊണ്ട് നിറഞ്ഞെങ്കിലും ബാക്കി പകുതി നിറയാൻ 30 ദിവസം വേണ്ട, ഒറ്റ ദിവസം മതി എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ തുടങ്ങുമ്പോൾ ഓരോ ഡിസ്ട്രിബ്യൂട്ടർ അപ്പോയിന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3000 രൂപയാണെങ്കിൽ അവിടെ കൂട്ടമായിട്ട് പ്രവർത്തിക്കുമ്പോൾ വരുന്ന 8 ആഴ്ച കൊണ്ട് നമുക്ക് 2.5 ലക്ഷത്തിലേക്ക് എത്താം. എന്നാൽ നമ്മുടെ മലയാളികൾക്ക് ഒരു കാര്യമുണ്ട്, ഏറ്റവും കുറച്ച് പറയാന്ന് പറഞ്ഞ ശീലമുണ്ട്. ഏറ്റവും പതുക്കെ ചെയ്യുകയാണെങ്കിൽ പോലും ഒരു 3 മാസം എടുത്തു, 3 മാസം കൊണ്ട് നിങ്ങൾ ഈ ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കി, ഈ പ്രൊഡക്റ്റ് നിങ്ങൾ കഴിച്ചു, അങ്ങനെ അതിലൂടെ നിങ്ങൾക്ക് വിശ്വാസം വന്ന് 2 ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങൾ അപ്പോയിന്റ് ചെയ്തു, അങ്ങനെ നിങ്ങൾക്ക് 3000 കിട്ടും. അടുത്ത 3 മാസം അവർ ഇതിനെ കുറിച്ച് മനസ്സിലാക്കി, അങ്ങനെ 6-ാം മാസം അവർ 2 ഡിസ്ട്രിബ്യൂട്ടർ അപ്പോയിന്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോ 3 മാസവും എടുത്ത് മൊത്തം 24 മാസം കൊണ്ട് ആഴ്ചയിൽ 2 ലക്ഷത്തിലേക്ക് എത്താൻ സാധിക്കും. 24 മാസം എന്ന് പറഞ്ഞാൽ 2 വർഷം. അത്രയും നാളുകൊണ്ട് ഏറ്റവും പതുക്കെ ചെയ്താലും ആഴ്ചയിൽ 2 ലക്ഷം, മാസം 10 ലക്ഷത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരവസരം. ഈ ഒരു ബിസിനസ്സിലെ ഒരു പവർ എന്ന് പറയുന്നത്, ഈ ബിസിനസ് നിങ്ങൾ മനസ്സിലെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരു 9 സ്റ്റെപ്പിലൂടെ നിങ്ങൾക്ക് ഒരു കോടീശ്വരനായി മാറാം എന്നുള്ളതാണ്. അത് സ്റ്റാർ റാങ്കിൽ തുടങ്ങി സ്റ്റാർ 250, സ്റ്റാർ 500, സ്റ്റാർ 1000, എക്സിക്യൂട്ടീവ് റാങ്ക് ആയ റൂബി, പേൾ, എമറാൾഡ്, സഫയർ മുതൽ എക്സിക്യൂട്ടീവ് ഡയമണ്ട് റാങ്ക് വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം, എന്തിനാണ് ഈ ഒരു എക്സിക്യൂട്ടീവ് ഡയമണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 കോടിക്ക് മേളിൽ വരുമാനം മേടിക്കുകയും ആഴ്ചയിൽ 1 ലക്ഷത്തിന് മേളിൽ വരുമാനം മേടിക്കുന്ന വ്യക്തികൾ. എന്നാൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് അറിയോ? നമ്മൾ അധ്വാനിക്കുമ്പോൾ നമ്മുടെ കുടുംബവും കൂടി ഹാപ്പി ആകും. കാരണം ഒരു വ്യക്തി, ഒരു ആണാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക്, അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് അക്കൗണ്ടിലേക്ക്, മാരീഡ് അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മയുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും ഒരു 50,000 രൂപ വെച്ചിട്ട് വരുമാനം. അത് പ്രവർത്തിക്കുന്ന ആളുകളുടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് കുടുംബത്തിലേക്ക് എല്ലാ മാസവും ഒരു 50,000 കൊടുക്കുന്ന വരുമാനമാണ് കോ ആപ്ലിക്കന്റ് റവന്യൂ. ഇതോടൊപ്പം തന്നെ ഇത്രയും നേരം ഞാൻ പണത്തിനെ കുറിച്ച് പറഞ്ഞു. ഇതോടൊപ്പം തന്നെ കമ്പനി തരുന്ന കാര്യമാണ് റിവാർഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് ആരോഗ്യവും സമ്പത്തും സന്തോഷവും. അവിടെയാണ് റിവാർഡ്സ് വരുന്നത്. ഇന്ന് ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർ 500 എന്ന് പറഞ്ഞ റാങ്ക് മുതൽ കമ്പനി കോ ആപ്ലിക്കന്റ് അടക്കം ഇൻഷുറൻസ് കവറേജ്, ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് നൽകുന്നു എന്നുള്ളതാണ്. ഇത് കിട്ടാണ്ടിരിക്കട്ടെന്ന് ഞാൻ പറയുള്ളൂ, പക്ഷെ നമ്മുടെ കുടുംബത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒപ്പം തന്നെ ഇതിൽ 1 ലക്ഷത്തിന് മേളിൽ വരുമാനം മേടിക്കുന്ന വ്യക്തികൾ സ്റ്റാർ 1000 എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തുന്നു. ഈ റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 3 ദിവസം ഇവരെ കമ്പനി ബാംഗ്ലൂരിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. അവിടെ ഗ്രാൻഡ് ഷെറാട്ടൺ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് 5 സ്റ്റാർ ഓപ്പർച്യൂണിറ്റി പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് 3 ദിവസം അക്കോമഡേഷൻ തരും. ഈ വരുന്ന ആഴ്ച, അതായത് ഈ 3 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കുറച്ച് ആളുകൾ ഇന്ന് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ കുബേരൻ സിനിമ കണ്ടിട്ടുണ്ടോ? 1 ദിവസത്തെ കോടീശ്വരൻ, ഇവിടെ 3 ദിവസത്തെ കോടീശ്വരനാകാൻ വേണ്ടി അങ്ങോട്ട് പോവാം. ഫുഡ്, അക്കോമഡേഷൻ, ഫുൾ എൻജോയ്മെന്റ് കമ്പനി തരും. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കോ ആപ്ലിക്കന്റിനും കൂടിയിട്ടും, അതായത് നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ്, അച്ഛനമ്മ, ഒരാളെ കൂടി കൂട്ടിയിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അവിടുന്ന് റൂബി എക്സിക്യൂട്ടീവ് എന്ന റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 4 ദിവസം കമ്പനി നിങ്ങളെ വിളിക്കുന്നത് തായ്ലൻഡിലേക്കാണ്. ഇവിടെ നിന്ന് നെടുമ്പാശ്ശേരി വരെ പോകാനും നെടുമ്പാശ്ശേരി തിരിച്ച് വീട്ടിലെത്താനുള്ള പൈസ മാത്രം ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് ഫുൾ തായ്ലൻഡ് അടിച്ചു പൊളിക്കാൻ, സൈറ്റ് സീയിങ് കാണാനും അവിടുത്തെ അക്കോമഡേഷനും ട്രാവലിങ്ങും എല്ലാം കമ്പനി നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ പേൾ എക്സിക്യൂട്ടീവ് റാങ്കിലെത്തിയാലോ കമ്പനി തരാൻ പോകുന്നത് മലേഷ്യയിലേക്കാണ്. നിങ്ങൾ എമറാൾഡ് റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനിലേക്കാണ്. നിങ്ങൾ സഫയർ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ ദുബായിലേക്കാണ്. നിങ്ങൾ എക്സിക്യൂട്ടീവ് ഡയമണ്ട് റാങ്കിൽ എത്തിയാലോ സിംഗപ്പൂരിലേക്ക്. അവിടെ എത്തുമ്പോൾ നിങ്ങൾ ഫ്ലൈറ്റിലായിരിക്കില്ല. സിംഗപ്പൂരിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനി തരുന്നത് സ്റ്റാർ ക്രൂയിസിൽ, ആഡംബര കപ്പലിൽ നമുക്ക് യാത്ര ചെയ്യാനുള്ള അവസരം. അതായത് പണം ഉണ്ടാക്കുക മാത്രമല്ല, കുടുംബത്തിനൊപ്പം ലൈഫ് എൻജോയ് ചെയ്യാനുള്ള അവസരം. ഈ ഒരു അവസരം ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് പോലെ തന്നെ കേട്ടു. ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ 500 രൂപ കിട്ടുമല്ലോ എന്ന് കേട്ടതിലേക്ക് വന്ന ആളുകൾ ഇന്ന് അതിലൂടെ, ഈ ഒരു അവസരത്തിലൂടെ 100ഓളം വ്യക്തികളുടെ കുടുംബത്തിലേക്ക് 1 കോടി രൂപ വരുമാനം എത്തിയെന്നുള്ളതാണ്. എല്ലാവരുടെയും കണ്ണെങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലായി. എങ്ങോട്ടേക്കാണ്? കേരളത്തിലേക്ക്. ഇന്ന് അഭിമാനത്തോടെ പറഞ്ഞിട്ടെ, കേരളത്തിൽ 24ഓളം വ്യക്തികളുണ്ട്. അതിൽ 14ഓളം വ്യക്തികൾ ഈ മലപ്പുറം ജില്ലയിലാണ്. ഒരാള് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ഭാഗ്യവാൻ, 4 ആള് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം അവന്റെ കഴിവാണ്. പക്ഷേ 20, 30, 50, 100 ആള് ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം എന്താ? ആര് ചെയ്താലും അതിലേക്ക് എത്താൻ സാധിക്കുമെന്നതാണ്. സോ ഇത് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കാൻ പോകുന്നത് ഈ ഒരു അവസരത്തിലേക്കാണ്. ഈ കമ്പനി മുന്നോട്ട് വെക്കുന്നത് വരുന്ന 2030 ആകുമ്പോഴേക്കിനും ഈ 100 കോടീശ്വരന്മാരിൽ നിന്ന് 1000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ഓരോരുത്തരുടെയും പേരുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ തയ്യാറാണോ ആ ഒരു കോടീശ്വരനാകാൻ? തയ്യാറാണെങ്കിൽ
നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് തയ്യാറാക്കി വെക്കുക. ഇത് ചെയ്യാൻ യാതൊരു കഴിവ് വേണ്ട, ഭാഗ്യം വേണ്ട, ഒന്നും വേണ്ട. ചെയ്യണം എന്നുള്ള ഒറ്റ തീരുമാനം മതി. ആ തീരുമാനം എടുക്കുന്നതിലൂടെ നിങ്ങൾക്കും ഈ ഒരു കോടീശ്വരനായി മാറാനുള്ള അവസരം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു. സോ ഇന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഇത് പണം സമ്പാദിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്, നല്ലതും മോശമായുള്ള മാർഗങ്ങളുണ്ട്. പക്ഷേ എന്നെന്നും ആ പണം നിലനിൽക്കണമെങ്കിൽ ഒരു നല്ല കാരണത്തിന് വേണ്ടി നമ്മൾ സമ്പാദിക്കണം. ശരിയാണല്ലോ? നമ്മൾ ഈ ബിസിനസ്സിൽ വരുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിലേക്ക് വരുമാനം വരുന്നു, നമ്മൾ കൊണ്ടുവരുന്ന ആളുകളിലേക്ക് വരുമാനം വരുന്നു, പ്രൊഡക്റ്റ് നൽകുന്നതിലൂടെ ആളുകൾക്ക് ആരോഗ്യം കിട്ടുന്നു. അതിനേക്കാൾ ഉപരി നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നൊരു കാര്യം. കമ്പനിക്ക് ഒരു ഏർലി ലേണിംഗ് സെന്റർ ഉണ്ട്. അവിടെ നമ്മളെപ്പോലെ അല്ലാത്ത സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ട്. അവർക്ക് വേണ്ട വിദ്യാഭ്യാസം, പഠനം, എല്ലാ കാര്യങ്ങളും കമ്പനി നോക്കുന്നു. ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ. അതിനുള്ള വരുമാനം എവിടെ നിന്ന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ഓരോ പ്രൊഡക്റ്റിൽ നിന്നാണ്. നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന 500 രൂപ മാത്രമല്ല, നിങ്ങൾ ആ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ഈ കുട്ടികളുടെ സന്തോഷത്തിനും കൂടി കാരണമാകുന്നു. ഫോർ ദ റൈറ്റ് കോസ്. സോ ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള അവസരം എന്ന് പറയുന്നത്. എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസോടുകൂടി എൻ്റെ കർത്തവ്യം ഞാൻ മൈൻഡപ്പ് ചെയ്യാം. വൈകി വന്നവർക്ക് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ധീരജ് മോഹൻ. നാട് എന്ന് പറയുന്നത് ജനിച്ചത് മറന്നും എറണാകുളമാണെങ്കിലും അഭിമാനത്തോടെ പറയട്ടെ, എൻ്റെ അച്ഛൻ്റെ നാട് എന്ന് പറയുന്നത് മലപ്പുറമാണ്. ഞാൻ രാമപുരംകാരനാണെന്ന് പറയാനാണ് ഞാൻ സന്തോഷിക്കുന്നത്. ഈ ഒരു അവസരം എനിക്ക് തരുന്നത് മറ്റാരുമല്ല, എൻ്റെ അച്ഛൻ തന്നെയാണ്. അതുപോലെ ആളുകളും വിചാരിക്കും ഈ സിനിമയിലൊക്കെ കാണുന്നത് വാഴ ആയിട്ടിരിക്കുന്ന മകനായതുകൊണ്ടാണ്. അല്ല, അച്ഛൻ ചെറുപ്പം മുതലേ പറഞ്ഞിരുന്നു നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, നല്ല ജോലി കിട്ടണം എന്നൊക്കെ. നന്നായിട്ട് പഠിക്കാൻ പറ്റിയില്ല, അത്യാവശ്യം മാർക്കൊക്കെ വാങ്ങിയോണ്ട് എന്തായി, പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയർ തന്നെ ജോലി കിട്ടി. അതൊന്നല്ല, 2 കമ്പനിയിലും, വിപ്രോ എന്ന് പറയുന്ന കമ്പനിയിലും ടെക് മഹീന്ദ്ര എന്ന് പറയുന്ന കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് ജോലി കിട്ടിയത്. പ്രൊബേഷനിൽ തന്നെ 45,000 സാലറി ഉണ്ടായിരുന്നു. ആ നിമിഷത്തിലാണ് അച്ഛൻ എന്നോട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യാൻ പറയുന്നത്. അച്ഛൻ വിളിച്ചതുകൊണ്ട് എനിക്ക് യാതൊരുവിധ സംശയിക്കേണ്ട ആവശ്യമില്ല. അച്ഛൻ്റെ കൈ മുറുകെ പിടിച്ചു. പക്ഷെ അന്ന് പല ആളുകളും ചോദിച്ചിരുന്നു ശരിയായിട്ടുള്ള തീരുമാനമാണോ നീ എടുത്തത് എന്നുള്ളത്. കാരണം ഇത്രയും നല്ലൊരു ജോലി ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും വെച്ച് നോക്കുമ്പോൾ പഠനത്തിനൊപ്പം തന്നെ ജോലി കിട്ടുക വെച്ചാൽ എനിക്ക് മാത്രമേ കിട്ടുള്ളൂ, അത് ഇത്രയും സാലറി. അപ്പോൾ ഈ ഒരു തീരുമാനം ശരിയാണോ എന്ന് പല ആളുകളും ചോദിച്ചു. പക്ഷെ അച്ഛനിൽ വിശ്വസിച്ചു, ഈ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറായി. ഈ പ്രൊഡക്റ്റ് കഴിച്ചപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ എനിക്കും എൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കും റിസൾട്ടുകൾ കിട്ടാൻ തുടങ്ങി. എനിക്ക് മൈഗ്രൈനിൽ വ്യത്യാസം വന്നു. എൻ്റെ ഗുണങ്ങൾ ഫാമിലിയോട് പറയാൻ തുടങ്ങിയപ്പോൾ അവർ പ്രൊഡക്റ്റ് വാങ്ങി കഴിക്കാൻ തയ്യാറായി. എന്നാൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് പ്രൊഡക്റ്റിനേക്കാളും കൂടുതൽ വരുമാനമായിരുന്നു ആവശ്യം. അവരോട് ഇതേപോലെ പ്രോഗ്രാമിൽ വിളിച്ചു, ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അവർ ബിസിനസ്സിലേക്ക് കടന്നു വന്നു. ഇന്ന് ഈ ബിസിനസ് ഞാൻ ചെയ്യാൻ തിരഞ്ഞെടുത്ത സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണ്. അതുകൊണ്ട് ഞാൻ പറയും ഇത് വെറും ഒരു ജില്ലയിലെ രത്നങ്ങളുടെ സാമ്രാജ്യമാണ്. കാരണം കഴിഞ്ഞ 2 വർഷം മുന്നേ വെറും 1000 രൂപയായിട്ട് ഈ മണ്ണിലേക്ക് വന്നപ്പോൾ ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ കയ്യിൽ 1000 രൂപയല്ല 21 ലക്ഷം രൂപ സമ്പാദിച്ചു എന്നുള്ളത്. 21 ലക്ഷം രൂപ സമ്പാദിച്ച ഞാനല്ലടാ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളും ചോദിക്കും നീ അല്ലടാ എനിക്കെന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, 21 ലക്ഷം രൂപ ഞാൻ സമ്പാദിക്കുമ്പോൾ എന്നെ വിശ്വസിച്ചു വന്ന ഓരോ വ്യക്തികൾക്കും അവരുടെ കുടുംബത്തിലേക്ക് ആഴ്ചയിൽ 500 മുതൽ 37,000 രൂപ വരുമാനം എനിക്ക് ഉയർത്താൻ സാധിച്ചു. പിന്നെ ഏകദേശം 20ഓളം ആളുകൾക്ക് ഞാൻ ഇതിലൂടെ മലേഷ്യ, തായ്ലൻഡ്, ശ്രീലങ്ക പോലെ രാജ്യങ്ങൾ പോയപ്പോൾ 20ഓളം ആളുകളെയും അതിൽ കൂട്ടിക്കൊണ്ടുപോകാൻ സാധിച്ചു. അതാണ് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് കാണുന്നത്. ഇന്ന് സ്വന്തമായിട്ടൊരു വാഹനം ഓടിക്കുന്നു. അതിനേക്കാൾ ഉപരി ഞാൻ തിരഞ്ഞെടുത്ത മേഖല ശരിയാണോ എന്ന് എന്നോട് പല ആളുകളും ചോദിച്ചപ്പോൾ കുറച്ച് ആളുകൾ പറഞ്ഞു നീ തിരഞ്ഞെടുത്ത മേഖല ശരിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഡയറക്ട് സെല്ലറായ ഒറ്റ കാരണം കൊണ്ട് ഇന്ന് ഞാൻ പഠിച്ചിറങ്ങിയ MBA പഠിച്ചൊരു കോളേജുണ്ട്, UC കോളേജ് എന്ന് പറയും, ആലുവയിൽ MG യൂണിവേഴ്സിറ്റി കീഴിൽ വരുന്നതാണ്. ആ കോളേജിലെ ബോർഡ് ഓഫ് സ്റ്റഡീസ് എന്ന് പറയും സിലബസ് തീരുമാനിക്കുന്ന വ്യക്തികൾ. 14 ഡിപ്പാർട്ട്മെന്റ് ആണ്, അതിൽ 13 പേര് പ്രൊഫസേഴ്സ് ആണ്. 14ാമത്തെ വ്യക്തി ഈ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഭാവിയുടെ ഒരു ബിസിനസ്സാണ്, ഒരു അച്ഛൻ ഒരു മകന് കൊടുത്തൊരു ബിസിനസ്സാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഏറ്റെടുക്കുക, വിജയിക്കുക. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഒരു വാക്കുകൾ ചെയ്യുന്നു. വിശ്വാസ താങ്ക് യു. അതായത് അച്ഛൻ മകന് കൊടുത്ത ഓപ്പർച്യൂണിറ്റി മോശം എന്തായാലും അച്ഛൻ കൊടുക്കില്ല. കാരണം പിതാവ് 2 കോടിക്ക് മുകളിൽ സമ്പാദിച്ചിട്ടാണ് മോനെ അതേ പാതയിലേക്ക് കൈപിടിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വന്നവരാരും നിരാശപ്പെടേണ്ടല്ല. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഇന്നു മുതൽ എന്താ പറയുക ഊട്ടി ഉറപ്പിച്ച് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അംഗമാകാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്നോടെ പ്രസന്റേഷൻ ചെയ്യപ്പെട്ടുള്ളത്. സാർ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലേ പ്രസന്റേഷനിലൂടെ, അതൊക്കെ ശരിയാണോ എന്ന് നമുക്കൊന്ന് ആദ്യമായിട്ട് വന്ന ആളുകൾ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവാം. അതുകൊണ്ട് അപ്പോൾ നമുക്ക് അവരെയൊക്കെ ഒന്ന് കാണാം അല്ലേ.
പ്രൊഡക്റ്റ് റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ എടുക്കുക. ഇത് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ചോദിച്ച 100 കണക്കിന് റിസൾട്ട് ഇവിടെ തന്നെ പറയാനുണ്ടാവും. കാരണം കൊടുത്തവരും കഴിച്ചവരുമായ ആളുകൾ ഇവിടെയുണ്ട്, കഴിച്ചിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 100 കണക്കിന് റിസൾട്ടുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനുള്ള റിസൾട്ടുകൾ ടെൻഷൻ വേണ്ട. റാങ്ക് അച്ചീവ് ചെയ്ത ആളുകൾ ഇവിടെ ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് വേഗം കടന്നു പോകാം. കാരണം ഇന്ന് നമുക്ക് വലിയ വിശിഷ്ട ഒരു അതിഥി ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ സമയം ഒട്ടും നമുക്ക് അപഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നേരെ അതിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അവിടെ നേരെ സ്റ്റാർ കമ്പനിയുടെ സ്റ്റാർ എക്സിക്യൂട്ടീവ് എന്ന സ്റ്റാർ റാങ്ക് നൽകുന്ന എല്ലാ വ്യക്തികളും ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്നാൽ സ്റ്റാർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്